Hello students, welcome to this channel. ഇന്ന് നമുക്ക് പെർഫെക്റ്റ് മാച്ചിങ് എന്താണ് എന്നുള്ളത് ഒരു ഡെഫിനിഷൻ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് മാച്ചിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എം സാച്ചുറേറ്റഡ് വേർട്ടിസസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എം സാച്ചുറേറ്റഡ് വേർട്ടിസസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു ഗ്രാഫിൻ്റെയും എം സാച്ചുറേറ്റഡ് വേർട്ടിസസ് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? സം എഡ്ജ് ഓഫ് എം ഇസ് ഇൻസിഡൻറ്റ് ഓൺ ദ വെർട്ടെക്സ് സെറ്റ് വി ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വെർട്ടെക്സ് സെറ്റ്, അതായത് മാച്ചിങ് എം സാച്ചുറേറ്റ്സ് vertex V if V is said to be M saturated if some edge is incident with V, otherwise it is M unsaturated. അപ്പോൾ ആ വെർട്ടെക്സ് സെറ്റിനകത്ത് മാച്ചിങ്ങിലുള്ള വേർട്ടിസസ് എന്ന് പറയുന്നത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാച്ചുറേറ്റഡ് വേർട്ടിസസ്. അല്ലാത്ത വേർട്ടിസസ് എല്ലാം അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ആണ്. നമുക്കിന്നിനി പെർഫെക്റ്റ് മാച്ചിങ് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് മാച്ചിങ് പറയാനും ഇതുപോലെ തന്നെ അതേ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഗ്രാഫിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസ് എല്ലാ മാച്ചിങ്ങും പെർഫെക്റ്റ് മാച്ചിങ് ആയിരിക്കണം എന്നില്ല. ബട്ട് ഞാനിവിടെ പെർഫെക്റ്റ് മാച്ചിങ് വരുന്ന ഒരു എക്സാമ്പിൾ ഇവിടുന്ന് തന്നെ എടുക്കാം. അതായത് നമുക്കിപ്പോൾ പെർഫെക്റ്റ് മാച്ചിങ് പറയണമെങ്കിൽ അതിനകത്തും നമ്മൾ എടുക്കേണ്ട വേർട്ടിസസ്, പെർഫെക്റ്റ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്ന എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് മുഴുവനും വേർട്ടെക്സ് സെറ്റിൻ്റേതായിരിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ അത് ഒരു പെർഫെക്റ്റ് മാച്ചിങ് ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാച്ചിങ് വരണമെങ്കിൽ എന്താണ്? അതായത് പെർഫെക്റ്റ് മാച്ചിങ്ങിനകത്ത് വരുന്ന എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് മുഴുവനും വേർട്ടെക്സ് സെറ്റിൻ്റേതായിരിക്കണം. അങ്ങനെ എല്ലാ വേർട്ടിസസും കവർ ചെയ്ത് വരുവാണെങ്കിൽ ആ ഒരു മാച്ചിങ് ആണ് പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ എല്ലാ മാച്ചിങ്ങും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് വേർട്ടിസസിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എക്സാമ്പിളായ E3 E8 എല്ലാ വേർട്ടിസസും സാച്ചുറേറ്റഡ് അല്ല. കാരണം അതിൽ 2 അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ആയിരുന്നു. അതുപോലെ M1 is equal to E1 E4 എടുത്തു. അവിടെയും V1 V2 V3 V4 മാത്രമാണ്, V1 V2 V3 V5 ആണ്. V1 V2 V3 V5 എന്ന വേർട്ടെക്സും നമുക്ക് ഇവിടെ എന്താണ്? സാച്ചുറേറ്റഡ് ആണ്. അതായത് സാച്ചുറേറ്റഡ് വേർട്ടിസസ് ആണ്. എല്ലാ വേർട്ടിസസും സാച്ചുറേറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത് ഒരു പെർഫെക്റ്റ് മാച്ചിങ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ, അതേ എക്സാമ്പിൾ തന്നെ, പക്ഷെ ആ എക്സാമ്പിളിനകത്ത് പെർഫെക്റ്റ് മാച്ചിങ് വരുന്ന രീതിയിൽ ഒരു മാച്ചിങ് ഞാനിവിടെ എടുക്കാം. ലെറ്റ് M3 ഇസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എടുക്കാം E1 E3 E5 എന്ന് എടുക്കാം. അപ്പോൾ E1 വരുന്ന ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് എന്ന് പറയുന്നത് V1 V2 ആണ്. E3 ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് ഏതൊക്കെയാണ്? അതായത് V3 V4. അതുപോലെ E5 ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് എന്ന് പറയുന്നത് V6 V5. നമ്മുടെ വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ വേർട്ടെക്സ് സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ് V1 V2 V3 V4 V5 ആൻഡ് V6, സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ എത്ര വേർട്ടിസസ് ആണ് സാച്ചുറേറ്റഡ് വേർട്ടിസസ്? ഇവിടെ V1 V2 V3 V4 V5 V6. അതായത് ഇതിൽ നിന്ന് V1 V2 V3 V4 V5 V6 മുഴുവനും എവിടെയാണ് വരുന്നത്? They are M3 saturated vertices. They are M3 saturated vertices. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ഉണ്ടോ? ഇല്ല. ഇതിൽ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസേ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ കവറായി വന്നിട്ടുള്ള വേർട്ടിസസ് എന്ന് പറയുന്നത് മുഴുവനും വേർട്ടെക്സ് സെറ്റിൻ്റേതാണ്. വേർട്ടെക്സ് സെറ്റിൽ എത്ര വേർട്ടിസസ് ഉണ്ട്? 1 2 3 4 5 6 വേർട്ടിസസ് ഉണ്ട്. ആ 6 വേർട്ടിസസ് മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും E1 E2 E3 E5 എന്ന് പറയുന്നത് മുഴുവൻ വേർട്ടെക്സ് സെറ്റിൻ്റെ മുഴുവൻ വേർട്ടിസസിനെയും കവർ ചെയ്യുന്നുണ്ട്. V1 V2 V3 V4 V5 V6. So therefore M3 has only the saturated vertices, not the unsaturated. ഇവിടെ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസേ ഇല്ല. ആ ഒരു പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും M3 ഒരു മാച്ചിങ് ആണ്. ആൾറെഡി അതൊരു മാച്ചിങ് ആണ്. ആ മാച്ചിങ്ങിലുള്ള വേർട്ടിസസിനെയാണ് നമ്മൾ എടുത്തത്. E1 the edge incident with the vertices V1 and V2. അതുപോലെ E3 is incident with the vertices V3 and V4. E5 is incident with the vertices V6 and V5. So V1 V2 V3 V4 V6 V5 or
matched under the matching M3. So therefore V1, V2, V3, V4, V5, V6 or M3 saturated. So ഇവിടെ unsaturated vertices വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? This matching M3 is said to be a perfect matching. So M3 is a perfect matching because all the vertices are covered here. So it is said to be a perfect matching. ഇനി നമുക്ക് അതുപോലെ തന്നെ സപ്പോസ് ഇങ്ങനെ ഒരു മാച്ചിങ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് M4 is equal to E3, E6, E8 നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ E3, E6, E8 ആകുമ്പോൾ E3യിൽ വരുന്ന വേർട്ടസസ് ഏതൊക്കെയാണ്? V3, V4. പിന്നെ വരുന്ന വേർട്ടെക്സ് ഏതൊക്കെയാണ്? E6 എന്ന് പറയുമ്പോൾ V1, V6. ഇവിടെ E8ൽ വരുന്ന എഡ്ജസ് V2, V5. അപ്പോൾ ഏതൊക്കെ വേർട്ടസസ് ആണ് കവർ ആയിട്ടുള്ളത്? ഇതിൽ മാച്ച്ഡ് വേർട്ടസസ് ഏതൊക്കെയാണ്? V1, V2, V3, V4, V5, V6. സോ ദെയർഫോർ ഓൾ ദ വേർട്ടസസ്, അതായത് ഇവിടെ വരുന്ന V1, V2, V3, V4, V5, V6 or എന്താണ്? M4 സാച്ചുറേറ്റഡ് വേർട്ടിസസ്. ദേ ആർ M4 സാച്ചുറേറ്റഡ് ആണെങ്കിൽ എല്ലാ വേർട്ടിസസും ഇവിടെ സാച്ചുറേറ്റഡ് ആണ്. മുഴുവൻ വേർട്ടിസസും വെർട്ടെക്സ് സെറ്റിൻ്റെ മുഴുവൻ വേർട്ടിസസും ഇവിടെ സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് ദ മാച്ചിങ്, ദിസ് മാച്ചിങ്, വിച്ച് മാച്ചിങ്? ദിസ് മാച്ചിങ് M4 is called a perfect matching. M4 is said to be a perfect matching from this. ഇവിടുന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും this is a perfect matching. Now ഇനിയിപ്പോൾ സപ്പോസ് നമ്മളിവിടെ നേരത്തെ എടുത്ത ആ ഒരു എക്സാമ്പിൾ തന്നെ ഞാനിവിടെ എടുക്കാം. അതായത് M1, M5 is equal to E1, E4 ആണ് ഞാനിവിടെ എടുക്കുന്നത്. E1, E4 എടുക്കുമ്പോൾ എന്താണ് കണ്ടീഷൻ? അതിൽ V1, V2 എന്ന് പറയുന്ന വേർട്ടെക്സും ഇവിടെ E4ൽ V3, V5 എന്ന വേർട്ടിസസുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സാച്ചുറേറ്റഡ് വേർട്ടിസസ് ഏതൊക്കെയാണ്? V1, V2, V3, V5. അതായത് ഈ ഇതിൽ വരുന്ന വേർട്ടിസസ്, ഈ എഡ്ജസിൽ വരുന്ന വേർട്ടിസസ് ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ V1, V2, V3, V5 എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ M5 സാച്ചുറേറ്റഡ് വേർട്ടിസസ്. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇത് മാച്ചിങ് ആണ്. ബട്ട് ദിസ് ഇസ് എ മാച്ചിങ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് മാച്ച്ഡ് അണ്ടർ ദ വേർട്ടിസസ് V1, V2, V3, V5. അതുപോലെ തന്നെ നമുക്ക് മാച്ചിങ് M5ൽ ഈ വേർട്ടിസസ് എല്ലാം മാച്ച്ഡ് ആണ്. V1, V2, V3, V5 എന്ന് പറയുന്നത് M സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള വേർട്ടിസസ് ഏതൊക്കെയാണ്? V4 ആൻഡ് V6 ഓർ M5 അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ്. ഇതിൻ്റെ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത് അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് മാച്ചിങ് ആണോ? എല്ലാ വേർട്ടിസസും ഇവിടെ കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദെയർഫോർ ഓൾ ദ വേർട്ടിസസ്, ഓർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എഴുതാൻ പറ്റും. സോ ഓൾ ദ വേർട്ടിസസ് or not saturated. All the vertices are not saturated. They are not saturated by the matching M5. They are not saturated by the matching M5. Therefore M5 is not a perfect matching. ഇതൊരു matching ആണ്, but it is not a perfect matching. അതുപോലെ ഇപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുവാണ്. M2 ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ E2, E5 ആണ് എടുക്കുന്നതെങ്കിൽ E2ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് V2, V3. ഇവിടെ E5ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ളത് V6, V5. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന V2, V3, V6, V5 എന്ന വേർട്ടിസസ് മുഴുവനും ഏത് സാച്ചുറേറ്റഡ് ആണ്? M2 സാച്ചുറേറ്റഡ്. ദേ ആർ ഓൾ M2 സാച്ചുറേറ്റഡ്. അതേസമയം ഇതിൽ വരാത്ത വേർട്ടിസസ് ഏതൊക്കെയാണ്? വെർട്ടെക്സ് സെറ്റിൻ്റെ V1, V4 ഓർ M2 അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ്. അപ്പോൾ ഇതിൻ്റെ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ആണെങ്കിൽ ഇത് ഒരു മാച്ചിങ് ആണ്. ദിസ് ഈസ് എ മാച്ചിങ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ് ബിക്കോസ് ഓൾ ദ വേർട്ടിസസ് ആർ നോട്ട് M2 സാച്ചുറേറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? M2 ഡസ് നോട്ട് saturate. M2 does not saturate all the vertices. Hence we say that
saturate all the vertices, hence M2 is not a perfect matching. M2 is not a perfect matching. അതുപോലെ തന്നെ ഇനി ഒരു വേർട്ടെക്സ് നമുക്ക് എടുക്കാം. സപ്പോസ് M6 എന്ന് എടുക്കുവാണ്. M6 is equal to E2, E4, E6 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതൊരു മാച്ചിങ് ആണോ നോക്കിയേ. E2, E4, E6 എന്ന് പറയുമ്പോൾ E2ൽ വരുന്ന വേർട്ടിസസ് ഏതൊക്കെയാണ്? V2, V3. E4ൽ വരുന്നത് V3, V5 ആൻഡ് E6ൽ വരുന്നത് ഏതൊക്കെയാണ്? E6ൽ വരുന്നത് V1, V6 ആണ് നമുക്കിവിടെ വരുന്നത്. സോ ഇസ് ഇറ്റ് എ പെർഫെക്റ്റ് മാച്ചിങ്? V1, V6. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതൊരു മാച്ചിങ് അല്ല. ബിക്കോസ് കാരണം എന്താണ്? സി ഹിയർ E2 ഇവിടെ V3, E2 ആൻഡ് E4. E2 ആൻഡ് E4 has a vertex in common. has a vertex in common. അപ്പോൾ ഇതിനൊരു വേർട്ടെക്സ് കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ which means that they are adjacent. These two edges are adjacent ആണെങ്കിൽ they are not a matching. അപ്പോൾ ഇത് adjacent ആണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? therefore ഇവിടെ M6 എന്ന് പറയുന്നത് is not a matching itself. ഇതൊരു മാച്ചിങ്ങേ അല്ല. എന്നിട്ടാണ് ഞാനിവിടെ എടുത്തത്. M6 equal to E2, E4, E6 എടുത്തു. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് it is not a matching. So therefore we can say that M6 cannot be a perfect matching also. It cannot be a perfect matching. അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതായത് നോട്ട് എന്ന് തന്നെ ഞാനിവിടെ തരാം. അതായത് എവ്രി പെർഫെക്റ്റ് മാച്ചിങ്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവ്രി പെർഫെക്റ്റ് മാച്ചിങ് is a maximal matching. Every perfect matching is a maximal matching, but a maximal matching need not be a perfect matching. ഇത് ട്രൂ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. is not a need not be a perfect matching. സോ ഇപ്പം നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതായത് ലെറ്റ് മീ ടേക്ക് ലൈക്ക് ദിസ് ഫസ്റ്റ്. സോ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഒരു vertices വരുന്ന സെറ്റ്, അതായത് V1, V2, V3, V4, V5, V6, V7 എഡ്ജ് സെറ്റ് വരുന്നത് E1, E2, E3, E4, E5, E6, E7. സോ vertices 7 vertices ആൻഡ് എഡ്ജസ് 7 എഡ്ജസ് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിന് പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് യു ക്യാൻ കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ മാച്ചിങ്സ്. അപ്പോൾ നമുക്കിവിടെ ഒരു മാച്ചിങ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ മാച്ചിങ്ങിന് ഇപ്പോൾ സിംഗിൾ വേർട്ടെക്സിൻ്റെ മാച്ചിങ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സിംഗിൾ വേർട്ടെക്സ് സപ്പോസ് M1 is equal to set of all edges EI എന്ന് എടുക്കുവാണ്, where 1 less than or equal to I less than or equal to 7. ഇപ്പോൾ ഈ ഒരു സെറ്റിന് സിംഗിൾ എഡ്ജ് വരുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആണോ? ഒരിക്കലും ഇല്ല. കാരണം സിംഗിൾ എഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് ഓൺലി 2 വെർട്ടിസസ്, അല്ലാതെ ബാക്കിയുള്ള 7 വെർട്ടിസസിനെ കവർ ചെയ്യത്തില്ല. ഇപ്പോൾ ഓരോരോ സിംഗിൾ എഡ്ജ് മാത്രം എടുക്കുമ്പോൾ ഇറ്റ് കവേഴ്സ് ഓൺലി 2 വെർട്ടിസസ്. ദ n വെർട്ടിസസ് മാത്രമേ ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഒരു മാച്ചിങ് ആണ്, നമുക്കതറിയാം. ഇറ്റ് ഈസ് എ മാച്ചിങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. ഇനി നമുക്ക് അടുത്തത് M2 എടുക്കാം. 2 വേർട്ടിസസ് വരുന്നത് എടുത്ത് നോക്കാം. E1, E3 എടുക്കാം. ഈസ് ഇറ്റ് എ പെർഫെക്റ്റ് മാച്ചിങ്? ഇറ്റ്സ് എ മാച്ചിങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. ഇത് ഒരു മാച്ചിങ് ആണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് E2, E4 എടുക്കാം. അതുപോലെ തന്നെ E3, E5 എടുക്കാം. അതുപോലെ E4, E6 എടുക്കാം. ദെൻ E5, E7 എടുക്കാം.
ഇങ്ങനെ കുറേ 2 നമ്പർ ഓഫ് വേർട്ടിസസ് എഡ്ജസ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ദേ ആർ ഓൾ മാച്ചിങ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ് ബിക്കോസ് ഈ 2 എഡ്ജസ് കവർ ചെയ്യുന്നത് എത്ര വേർട്ടിസസ് ആണ്, എത്ര വേർട്ടിസസിനെയാണ് സാച്ചുറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് സാച്ചുറേറ്റ്സ് ഓൺലി 4 വേർട്ടിസസ്, ബട്ട് എന്നാലും ബാക്കി റിമൈനിങ് 3 വേർട്ടിസസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ മാച്ചിങ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. ഇനി നമുക്ക് 3 വേർട്ടിസസ് നമുക്ക് എടുത്ത് നോക്കാം. M3 is equal to E1, E3, E5 എല്ലാ വേർട്ടിസസും കവർ ചെയ്യുന്നുണ്ടോ നോക്കാം. E1 ആകുമ്പോൾ V1, V2, E3 ആകുമ്പോൾ V3, V4, E5 ആകുമ്പോൾ V5, V6. എന്നാലും എല്ലാ വേർട്ടിസസും കവർ ആയിട്ടുണ്ടോ? ഇല്ല. V1, V2, V3, V4, V5, V6. One of the vertex is not covered here. So therefore this is a എന്താണ്, this is a matching, but is it a maximal matching ആണോ? ഇത് മാക്സിമൽ മാച്ചിങ് ആണെങ്കിൽ നമ്പർ ഓഫ് വേർട്ടിസസ് 3 വെച്ചിട്ട് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി 4 വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. M4 is equal to, let me take like this, 4 വേർട്ടിസസിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടോ നോക്കാം. E1 എടുത്തു നമ്മൾ, അത് കഴിഞ്ഞിട്ട് E3, then E5, is it possible to take E7? അപ്പോൾ E1 ആകുമ്പോൾ വേർട്ടെക്സ് V1, V2, E3 ആകുമ്പോൾ വരുന്ന വേർട്ടെക്സ് V3, V4, E5 ആകുമ്പോൾ V5, V6 ആണ്. E7 വരുന്ന കവർ ചെയ്ത് വരുന്ന വേർട്ടെക്സ് ഏതൊക്കെയാണ്? V7, V1. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എഡ്ജ് E1നും E7നും കറക്റ്റ് കോമൺ വേർട്ടെക്സ് വരുന്നുണ്ട്. സോ therefore 4 വേർട്ടെക്സ് ആയിട്ട് നമുക്കൊരു മാച്ചിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, വിച്ച് മീൻസ് ദാറ്റ് M4 is not a matching. സോ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. therefore it is not possible to construct a maximal matching of 4 vertices. Not possible to construct a matching of 4 edges. So അപ്പോൾ മാക്സിമൽ മാച്ചിങ് ഏതാണ്? സോ മാച്ചിങ് ഓഫ് 4 edges. So it is not possible to construct a matching of 4 edges. Therefore ഇവിടെ M3 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം 3 എഡ്ജസ് വെച്ച് മാത്രമേ നമുക്ക് ഇവിടെ മാക്സിമൽ മാച്ചിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. 3ൽ കൂടുതൽ വെച്ച് മാച്ചിങ് നമുക്ക് പറ്റില്ല. Therefore M3 is a maximal matching. ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും M3 is a maximal matching. So therefore we can consider the matching number mu of G is equal to 3. ഇനി ഈ മാച്ചിങ് നമ്പർ M3 നമ്മൾ എടുത്തല്ലോ. M3 നമ്മൾ എടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? M3 ഈക്വൽ ടു E1, E3, E5 ആണ് നമ്മൾ എടുത്തത്. അതിൽ സാച്ചുറേറ്റഡ് വേർട്ടിസസ് ഏതൊക്കെയാണ് വന്നത്? V1, V2, V3, V4, V5, V6 ആണ് എന്താണ് M3 സാച്ചുറേറ്റഡ് വേർട്ടിസസ്. അപ്പോൾ ഇതിൻ്റെ സാച്ചുറേറ്റഡ് വേർട്ടിസസ് ഇത് മാത്രമാണ്. എന്നാൽ വേർട്ടെക്സ് സെറ്റിൻ്റെ എല്ലാ വേർട്ടിസസും സാച്ചുറേറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. therefore ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും V7 is M3 അൺസാച്ചുറേറ്റഡ് വേർട്ടെക്സ്. അപ്പോൾ M3യുടെ അൺസാച്ചുറേറ്റഡ് വേർട്ടെക്സ് ഒരെണ്ണം ബാക്കി വരുന്നുണ്ട്. സോ ഇഫ് ഇറ്റ് ഇസ് ആൻ അൺസാച്ചുറേറ്റഡ്, V7 is an unsaturated vertex എന്ന് പറയുമ്പോൾ വേർട്ടെക്സ് സെറ്റിൻ്റെ എല്ലാ വേർട്ടിസസും സാച്ചുറേറ്റ് ആയിട്ടില്ല. സോ therefore from this we can say that M3 does not cover all the vertices of the vertex set. So we can say that M3 does not cover all the vertices of the vertex set. So therefore we can say that ഇവിടുന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. M3 ഒരു മാച്ചിങ് ആണ്, അതിൽ എല്ലാ വേർട്ടിസസും സാച്ചുറേറ്റഡ് അല്ല. ഇറ്റ് ഈസ് എ മാക്സിമൽ മാച്ചിങ്. M3 ഒരു മാക്സിമൽ മാച്ചിങ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് M3 ഈസ് എ മാക്സിമൽ മാച്ചിങ്. ഇസ് ഇറ്റ് എ പെർഫെക്റ്റ് മാച്ചിങ് ഫ്രം ദിസ്? സോ ഇറ്റ് ഈസ് എ മാക്സിമൽ മാച്ചിങ്, ബട്ട് ഇതെന്താണ്? ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് മാച്ചിങ് അല്ല എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് എന്താണ് റീസൺ ഇവിടെ പറയാനുള്ളത്? മാക്സിമൽ മാച്ചിങ് ആണെങ്കിൽ മിനിമം 3 വേർട്ടിസ് എഡ്ജസ് വെച്ചിട്ട് നമുക്ക് മാച്ചിങ് പറയാൻ പറ്റും. 3ൽ കൂടുതൽ പറ്റില്ല. അതുകൊണ്ട് M3 ആണ് മാക്സിമൽ മാച്ചിങ്. M3 എന്ന് പറയുമ്പോൾ അതിൽ 3 എഡ്ജസ് വരുന്നുണ്ട്. അതുപോലെ അത് ഒരു പെർഫെക്റ്റ് മാച്ചിങ് അല്ല. അതൊരു പെർഫെക്റ്റ് മാച്ചിങ് അല്ല എന്ന് പറയാൻ കാരണം എന്താ? അതിലുള്ള വേർട്ടെക്സ്
വെർട്ടെക്സ് സെറ്റിൻ്റെ എല്ലാ വേർട്ടിസസും അവിടെ സാച്ചുറേറ്റ് ആവുന്നില്ല. കാരണം 6 വേർട്ടിസസ് മാത്രമേ സാച്ചുറേറ്റ് ആവുന്നുള്ളൂ, ഒരു വെർട്ടെക്സ് സാച്ചുറേറ്റ് ആവുന്നില്ല. അതുകൊണ്ട് അതൊരു മാക്സിമൽ മാച്ചിങ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ് ബിക്കോസ് ദ റീസൺ ഈസ് M3 ഡസ് നോട്ട് കവർ ഓൾ ദ വേർട്ടിസസ് ഓഫ് ദ വെർട്ടെക്സ് സെറ്റ്. സോ അത് നമുക്കിവിടെ പറയാൻ പറ്റും, M3 ഡസ് നോട്ട് കവർ ഓൾ ദ വേർട്ടിസസ് ഓഫ് ദ വെർട്ടെക്സ് സെറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അതായത് ഇനി മാക്സിമൽ മാച്ചിങ് വരുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആണോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയത് എവ്രി മാക്സിമൽ മാച്ചിങ് നീഡ് നോട്ട് ബി എ പെർഫെക്റ്റ് മാച്ചിങ് എന്നുള്ളതാണ്. നമുക്കിവിടെ എവ്രി maximal matching need not be a perfect matching. ഇനി പെർഫെക്റ്റ് മാച്ചിങ് ഈസ് എ മാക്സിമൽ മാച്ചിങ് ആണോ എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സോ അതിനായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നമുക്ക് അടുത്തത് ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട്, അതായത് എവ്രി പെർഫെക്റ്റ് മാച്ചിങ് ഈസ് എ മാക്സിമൽ മാച്ചിങ് ആണോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെർട്ടെക്സ് സെറ്റ്, അതായത് വെർട്ടെക്സ് സെറ്റ് V ഓഫ് G ഇസ് ഈക്വൽ ടു V1 V2 V3 V4 V5 V6. അപ്പോൾ 6 വേർട്ടിസസിൻ്റെ എടുത്തിട്ടുണ്ട്. അതുപോലെ എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു E1 E2 E3 E4 E5 and E6. അങ്ങനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇതിനകത്ത് പെർഫെക്റ്റ് മാച്ചിങ് നമുക്ക് നോക്കണം, മാക്സിമൽ മാച്ചിങ് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമൽ മാച്ചിങ്, അതായത് മാച്ചിങ് സിംഗിൾ വേർട്ടെക്സിൻ്റെ മാച്ചിങ് എന്തായാലും ഉണ്ട് അല്ലേ, ഈ I. അപ്പോൾ സിംഗിൾ വേർട്ടിസസിൻ്റെ മാച്ചിങ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഏത് സിംഗിൾ എഡ്ജ് എടുത്താലും അതൊരു മാച്ചിങ് ആണ്. ഇനി 2 വേർട്ടിസസ് വരുന്നത് നമുക്ക് നോക്കാം. M2 ഈക്വൽ ടു ഏതൊക്കെ എടുക്കാം, E1 E3 എടുക്കാം. അതുപോലെ തന്നെ ഇത് ഒരു മാച്ചിങ് ആണ്. ദീസ് ആർ ഓൾ മാച്ചിങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. ഇതൊരു മാച്ചിങ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. കാരണം 2 വേർട്ടിസസ് മാത്രമേ ഇവിടെ, 2 എഡ്ജസ്, അതായത് E1 E3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വേർട്ടിസസ് ആണ് വരുന്നത്, V1 V2 E3യിൽ വരുന്നത് V3 V4 ആണ്. അപ്പോൾ ടോട്ടലി 4 വേർട്ടിസസ് ആണ് M2 സാച്ചുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഔട്ട് ഓഫ് 6ൽ 4 വേർട്ടിസസ് മാത്രം സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്, 2 വേർട്ടിസസിനെ അത് സാച്ചുറേറ്റ് ചെയ്യുന്നില്ല. മറക്കരുത്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടലി 6 വേർട്ടിസസ് ആണ്. M2നകത്ത് വരുന്ന ടോട്ടൽ വേർട്ടിസസ് എന്ന് പറയുന്നത് 4 വേർട്ടിസസ് ആണ്, V1 V2 V3 V4. സോ വി ക്യാൻ സേ ദാറ്റ് V1 V2 V3 V4 ഈസ് M2 സാച്ചുറേറ്റഡ്. ബട്ട് റിമൈനിങ് 2 വേർട്ടിസസ് ഉണ്ട്. വാട്ട് ആർ ദ 2 വേർട്ടിസസ്? ദാറ്റ് മീൻസ് V3 V5 V6 ഈസ് ദ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ്. സോ ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിൽ വരുന്നത് എല്ലാം എന്താണ്, നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ്. കാരണം ഇപ്പം നമ്മൾ E2 E4 എടുക്കാം, അതുപോലെ E3 E5 എടുക്കാം, അതുപോലെ E4 E6 എടുക്കാം. ഇതെല്ലാം എന്താണ്, മാച്ചിങ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാച്ചിങ് ബിക്കോസ് ഇറ്റ് സാച്ചുറേറ്റ്സ് ഓൺലി 4 ഓഫ് ദ വേർട്ടിസസ്. റിമൈനിങ് 2 വിൽ ബി ദ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ്. നൗ ലെറ്റ് മീ കൺസിഡർ M3 ഈക്വൽ ടു, ഞാനിവിടെ M3 equal to set of all vertices. Let me take like this, E1 E3 E5 എന്ന് ഞാനിവിടെ എടുക്കുവാണ്. E1 E3 E5 എന്ന് പറയുമ്പോൾ E1ൽ വരുന്ന വേർട്ടിസസ് V1 V2, E3യിൽ വരുന്നത് V3 V4 ആണ്, E5ൽ വരുന്നത് V5 V6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര വേർട്ടിസസ് ആണ് വരുന്നത്? ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും therefore V1 V2 V3 V4 V5 and V6. ഇത് ഈ ടോട്ടലി വെർട്ടെക്സ് സെറ്റിൻ്റെ എല്ലാ വേർട്ടിസസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. therefore they are M3 സാച്ചുറേറ്റഡ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ഇവിടെ ഉണ്ടോ? ഇല്ല, അൺസാച്ചുറേറ്റഡ് വേർട്ടിസസ് ഇല്ല. ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും V1 V2 V3 V4 V5 V6 or M3 സാച്ചുറേറ്റഡ് വേർട്ടിസസ്. സോ therefore ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും M3 സാച്ചുറേറ്റ്സ് ഓൾ ദ വേർട്ടിസസ്. M3 സാച്ചുറേറ്റ്സ് ഓൾ ദ വേർട്ടിസസ് ഓഫ് the vertex set. It saturates all the vertices of the vertex set V of G. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? therefore we can say that M3 is a perfect matching. ഇത് ഒരു പെർഫെക്റ്റ് മാച്ചിങ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി മാക്സിമൽ മാച്ചിങ് നമുക്ക് നോക്കാം. മാക്സിമൽ മാച്ചിങ് എന്ന് പറയുമ്പോൾ M1 ഇവിടെ നോക്കി അതൊരു മാച്ചിങ് ആണ്. അതൊരു മാക്സിമൽ മാച്ചിങ് ആണോ? അല്ല. കാരണം ഈ ഒരു എഡ്ജിൻ്റെ കൂടെ ഇനി ഒരു എഡ്ജ് കൂടി കൊടുത്താൽ, അതായത് ഒന്നിൽ
കൂടുതൽ എഡ്ജസ് കൊടുക്കുമ്പോൾ വീണ്ടും എന്താവുന്നുണ്ട്, അത് മാച്ചിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാച്ചിങ് ആണ്, ബട്ട് നോട്ട് എ മാക്സിമൽ മാച്ചിങ്. ഇനി E2 E3 എടുത്തപ്പോൾ 2 വെർട്ടിസസിൽ നമുക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. കാരണം 2ൽ കൂടുതൽ 3 എഡ്ജസ് കൊടുത്തപ്പോൾ 2 എഡ്ജസിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്നാൽ 3 എഡ്ജസ് കൊടുത്തപ്പോൾ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ ഇനി 3ൽ കൂടുതൽ എഡ്ജസ് കൊടുത്താൽ ഒരു മാച്ചിങ് ഉണ്ടോ എന്ന് നോക്കാം. ലെറ്റ് us take M4 is equal to 3ൽ കൂടുതൽ വെർട്ടിസസ് നമുക്ക് എഡ്ജസ് എടുത്ത് നോക്കാം. ഏതൊക്കെ എടുക്കാം? സപ്പോസ് E1 E3 E5 എടുത്തു. ഇനി ഒരു എഡ്ജ് കൂടി എടുക്കാൻ പറ്റുമോ? ഇല്ല. M4 is not possible. സോ M4 എന്ന് പറയുമ്പോൾ 4 എഡ്ജസ് വെച്ചിട്ട് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട്. നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട്, it is not possible to construct a matching of 4 എഡ്ജസ്, 4 എഡ്ജസ് വെച്ചിട്ട് നമുക്ക് ഒരു മാച്ചിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ M3 എന്ന് പറയുന്നത് is the maximal matching. M3 ആൾറെഡി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അത് ഒരു എന്താണ്, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സോ therefore we can say that M3 is the maximal matching. അപ്പോൾ ഇത് ഒരു മാക്സിമൽ മാച്ചിങ് ആണെങ്കിൽ മാച്ചിങ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? mu of G is equal to 3 ആണ്. അപ്പോൾ മാക്സിമം 3 എഡ്ജസ് വെച്ച് നമുക്ക് മാക്സിമൽ മാച്ചിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. 4 എഡ്ജസ് വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അതായത് M3 is a perfect matching and also M3 is a maximal matching. So from this നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിൽ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, അതിൽ പെർഫെക്റ്റ് മാച്ചിങ് ഉള്ള വെർട്ടെക്സ് എല്ലാം എന്താണ്, മാക്സിമൽ മാച്ചിങ് ആയിട്ട് കിട്ടി. പക്ഷേ അതേസമയം മാക്സിമൽ മാച്ചിങ് ഉള്ള വെർട്ടെക്സ് എല്ലാം പെർഫെക്റ്റ് മാച്ചിങ് ആവണം എന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നോക്കിയത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എവറി പെർഫെക്റ്റ് മാച്ചിങ് ഈസ് എ maximal matching. From this we can say that, hence we say that every perfect matching is a maximal matching. Hence we conclude that every perfect matching is a maximal matching. Every perfect matching is a maximal matching. ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയാലും ഒന്ന് മനസ്സിരുത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ സീ ഹിയർ നമ്മൾ നേരത്തെ നോക്കിയത് എന്തായിരുന്നു, അതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് മാക്സിമൽ മാച്ചിങ് ആണ്. എവറി മാച്ചിങ്, മാക്സിമൽ മാച്ചിങ് നീഡ് നോട്ട് ബി എ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് നോക്കി. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എവറി പെർഫെക്റ്റ് മാച്ചിങ് ഈസ് എ മാക്സിമൽ മാച്ചിങ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾ, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 7 വെർട്ടിസസിൻ്റെ എക്സാമ്പിളാണ്. അവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 6 വെർട്ടിസസിൻ്റെ എക്സാമ്പിളാണ്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗീവ് മീ എ മെസ്സേജ്. Thank you.